നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം അത് നമ്മുടെ അവകാശമാണ്. വിശ്വാസം ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമുക്ക് അനുവദിച്ചിട്ടുള്ള അവകാശമാണ്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഒരു ക്രൈമാണ്. വളരെ വ്യക്തമാണ്. ബി ജെ പിയുടെ സ്റ്റാൻഡ് അതാണ്. എല്ലാ വിശ്വാസങ്ങളെയും, ക്രൈസ്തവ, ഇസ്ലാമിക, ഹൈന്ദവ വിശ്വാസങ്ങളെ ഒരേപോലെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പി. പക്ഷേ ഒന്ന് മറ്റൊന്നിന് വിനാശകരമായി വന്നാൽ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിന് തടസ്സമായി വന്നാൽ അത് ശരിയായ നടപടിയല്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ അഭിപ്രായം. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏത് സ്റ്റേറ്റാണ്? ഏറ്റവും വലിയ ശക്തി കേന്ദ്രം യു പി ആണ്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നമ്പർ ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ യു പി എന്ന് അടിച്ചു കൊടുക്കണം. 1670 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു പിയിൽ ക്രൈസ്തവ സമുദായത്തിന് മാത്രം. ഗുജറാത്തിൽ 1000-ലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രൈസ്തവ സമുദായത്തിന്. ഞാനൊരു ക്രൈസ്തവനാണ്. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇഷ്യൂസ് ഉണ്ടാകുന്നത് എവിടെയാണ്? പർപ്പസ്ഫുള്ളായ ചില ഇഷ്യൂസ് പലയിടത്തും ഉണ്ടാകുമ്പോൾ അത് അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. മതപരിവർത്തനം നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നില്ലെന്ന് ഇവിടെ ഒരു പിതാക്കന്മാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അതിന് നിർബന്ധിത മതപരിവർത്തനം, ഒരു ക്രൈം, അതിനെ തടയിടുവാനായി നിയമനിർമ്മാണങ്ങൾ അതാത് സ്റ്റേറ്റുകൾ നടത്തും. അതിനകത്തൊരു തെറ്റും പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഇവിടെ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ കോതമംഗലത്തെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നോ? അതിനെ നിർബന്ധിക്കുമായിരുന്നോ? ഒറ്റ ഉദാഹരണമാണ്. നോർത്ത് ഇന്ത്യയിൽ ആഹ, ഇവിടെ ഈഹി എന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഞാൻ ചോദിക്കുന്ന വ്യക്തമാണ്, ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. നിർബന്ധിത മതപരിവർത്തനം, ആ കൊച്ചിനെ നിർബന്ധിച്ച് മതപരിവർത്തനത്തിന് പ്രേരിപ്പിച്ചതിൻ്റെ പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. നിങ്ങൾക്കാർക്കും സംശയം? ആരും മിണ്ടല്ലത്, പക്ഷേ നിങ്ങൾക്കാർക്കും സംശയമില്ലെന്ന് എനിക്കറിയാം. ആ നിയമം അങ്ങനെയാണെങ്കിൽ, ആ കൊച്ചിനെ അത്തരത്തിലൊരു നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ശക്തമായ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ഒരു വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി എതിരല്ല. എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു. പക്ഷെ ഒന്ന് മറ്റൊന്നിന് തടസ്സമാകാൻ പാടില്ല. മാത്രമല്ല, കേരളമാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ക്രൈസ്തവ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേരളമാണ്. ആ കേരളത്തിലെ അവസ്ഥ, ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന പ്രീണന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിരുന്നാൽ അവസാനം തല കാണില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായമല്ല, കത്തോലിക്കനായ ഷോൺ ജോർജിൻ്റെ അഭിപ്രായം, ചാക്കോച്ചൻ്റെ അഭിപ്രായം. ഇതാണ് നിലപാട്. ദീപിക ഇന്നലെ എഴുതിയ ലേഖനങ്ങൾ, ദീപികയ്ക്ക് ഒരു പത്രം എന്ന നിലയിൽ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. വഖഫ് ഭേദഗതി സമയത്ത് ദീപിക കൃത്യമായി അഭിപ്രായം പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പത്രമാണ്. പക്ഷേ ഇവിടെ ചില യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും മുമ്പോട്ട് പോകണം. എന്താണ് കേരളത്തിലെ ക്രൈസ്തവരുടെ അവസ്ഥ? കേരളത്തിലെ ക്രൈസ്തവരുടെ ആകെയുള്ള സംവരണമായ EWS, ആ EWSനെതിരെ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. VT ബൽറാം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ ആർക്കും മിണ്ടാട്ടില്ല.